शंकरा नाद शरीरा परा वेद विहारा हरा जीवेश्वरा शंकरा नाद शरीरा परा वेद विहारा हरा जीवेश्वरा शंकरा మెరిసే మెరుపులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు మెరిసే మెరుపులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు పరవశాన శిరసు గంగా కరకు జారిన శివగంగా పరవశాన శిరసు గంగా కరకు జారిన శివగంగా నా గానలహరిను మురుగంగా ఆనంద వృష్టిని తడవంగా శంకరా నాద శరీరా పరా వేద విహారా హరా జీవేశ్వరా శంకరా శంకరా శంకరా. థ్యాంక్ యూ. റിഹാൻ സൂപ്പർടാ. താങ്ക് യു. നല്ല കോസ്റ്റ്യൂം, ആ ഗെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സാർ മക്കളെ, എന്തോ സർ? നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ജനങ്ങൾ കയ്യിലേക്ക് എടുത്ത ഒരു പാട്ടാണ്. കാര്യം ഇത് ഏത് സ്റ്റേജിൽ പാടിയാലും ഇത് ഇല്ലാത്ത ഒരു ഗാനമേള ഇല്ലായിരുന്നു. അത് അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. കുറേ സന്തോഷം. എനിക്ക് കുറേ ഓർമ്മകളുണ്ട് ഈ ഒരു പാട്ടുമായിട്ട്. അത് ഞാനിത് പറഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. മക്കളെ, ഈ ശങ്കർ നാദശരീര പര എങ്ങനെയാ പാടുന്ന മോൻ?
മോനെ നാദശ അതല്ല നാദശരീരാപരാ നാദശരീരാപരാ വേദവിഹാര വേദവിഹാരഹരാ മോനെ വേദവിഹാരഹരാ ജീവേശ്വര വേദവിഹാരഹരാ വേദവിഹാരഹരാ. മോനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ ഓക്കെ ഓക്കെ. ആ രാഗമേ അത് പാടിക്കേ. രാഗമേ യോഗമണി മണിയല്ലേ അത്? യോഗമണി മണി. രാഗമേ യോഗമണി അത് ഒന്ന് നീ പോലെ കേൾക്കും ആദ്യത്തത്. എനിക്കത് അത്രയ്ക്കൊരു. അത് രണ്ടാമത്തെ രാഗമേ യോഗമണി യോഗമണി രാഗമേ യോഗമണി യോഗമണി യോഗമണി. ഓക്കെ ഓക്കെ. ആ നീ വാടനു അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ. നീ വാടനു നേനൈതേ നീ വാടനു നേനൈതേ 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 നേനൈതേ. അത് വിട്ടേക്ക് മോനെ, മനസ്സിലായല്ലോ എന്താണ് എൻ്റെ ഒരു സ്വരൂപം എന്നുള്ളത്. അതുപോലെ ഈ ഇമോഷണലാണ്, കരയല്ല കേട്ടോ. അത് പരമോൻ ഇത് സീൻ കണ്ടിട്ടുണ്ടോ? മഴയും ദൈവവും മണിയും ശിവലിംഗവും. ആ അപ്പൊ അറിയാത് ഉരിമേ ചരണത്തിലെ മോനെ. ഉരിമേ ഉരിമേ ഉരുമുലു സരി സരി ഉരിമേ 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 ആ വികാരം. ഉരിമേ ഉരുമുലു സരി സരി നട്ടന. ഓക്കെ മോനെ, അത് മതി. അടുത്ത ലാസ്റ്റ് ആലാപ്പ് ഫിനിഷ് മോനെ. അത് മേളിൽ സ്ട്രെയിൻ ആണെങ്കിൽ വേണ്ട. ശങ്കര ഇമോഷൻ കേട്ടോ. നാദശരീരാപരാ വേദവിഹാരഹര ജീവേശ്വര ശങ്കര ശങ്കര ശങ്കര. അതൊരു ഫീലാണ് മോനെ കേട്ടോ. ഞാൻ കാര്യം ഇനി എൻ്റെ കഥ പറഞ്ഞുതരാം, അതും കൂടെ കേട്ടിട്ട് പോയാൽ മതി. മോനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്താന്നേ സ്കൂളിൽ പഠിക്കുന്നത് യുവജനോത്സവത്തിന് ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമാണ്. അപ്പോൾ അത് എൻ്റെ സ്കൂളിൽ എൻ്റെ അമ്മ വാങ്ങിച്ചിട്ടുണ്ട് പ്രൈസ് ആ സ്കൂളിന് വേണ്ടി സ്റ്റേറ്റിൽ. പിന്നെ കിട്ടിയിട്ടേ ഇല്ല, ഭയങ്കര ഗ്യാപ്പായിരുന്നു. അപ്പോൾ അതിന് ചേട്ടമുള്ള ഏക ഒരു ആൺതരി ഞാനായിരുന്നു പാടാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് മുതൽ ഞാൻ മത്സരിച്ചു. അതിൽ 7th പോയി മത്സരിക്കാൻ പോകുമ്പം ഒരാൾ അന്ന് ഈ ലൈറ്റ് മ്യൂസിക്കിനാണ് ഫസ്റ്റ്, വേറെ ഒന്നിനുമില്ല അത്രയും വില. ലൈറ്റ് മ്യൂസിക്കിന് ആർക്കാണ് ഫസ്റ്റ്? പിന്നെ കിങ്ങാ. അപ്പം ഞാൻ ഈ കിങ് അവിടെ പോയി, എന്നെ കാണാനും ഒക്കെ മഹാപെശകായിരുന്നു. ആകെ ചെറുത് മെലിഞ്ഞിട്ട് ആകെ ഒരു അവസ്ഥ വലിയ മോശമായിരുന്നു മോനെ. അപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് പാടിയ പാട്ട് ശങ്കരാന്ന് ഒറ്റ വിളിച്ച് ആളുകൾ മുഴുവൻ എൻ്റെ കൂടെ. ഈ പാട്ട് തീരുന്നവരെ കൈയടിച്ചോണ്ടിരുന്നു. അതുപോലെ പാട്ട് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്നപ്പോൾ എൻ്റെ ചെവി പിടിച്ച് ജഡ്ജസ് ഒറ്റേറി കണ്ടത്തിലേക്ക്. സിനിമാ പാട്ടല്ലേ ഇത്? ലളിതഗാനത്തിന് ആരെങ്കിലും സിനിമാ പാട്ട് പാടും. അടുത്ത കൊല്ലമായപ്പോൾ വന്നപ്പോൾ എൻ്റെ അമ്മ എടുത്ത് വെച്ചാൽ അമ്മ ഏത് പാടും? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ ഇത് കപ്പ് കിട്ടുക എന്നുള്ളതൊന്നുമല്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. നിനക്ക് എന്ത് വേണേ ചെയ്തോ, ഇവിടെ കപ്പ് കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കാനും ചോദിച്ച എൻ്റെ അമ്മ അങ്ങനെ ഒരു ജോളി ആളായിരുന്നു. അത് കപ്പ് കൊണ്ടുവരണം അവിടെ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ, അങ്ങനെ ഒരു ആളെ അല്ല. അപ്പം ഞാൻ പിന്നെ എനിക്ക് ചോയ്സില്ല, രണ്ടാമത് ബെല്ല് വിളിച്ച് കയറ്റി ശങ്കരാന്ന് പിന്നെയും രണ്ടാമത് ലൈറ്റ് മ്യൂസിക്. അന്നേരം ആളുകൾ മുഴുവൻ എൻ്റെ കൂടെ. ജഡ്ജസ് മാറി അതോ വേറെ ജഡ്ജസ്. അപ്പൊ അവര് ആ ജഡ്ജസിന് കൈ ഉണ്ടായിരുന്നു.
അവര് ചെവി പിടിച്ചു ഒരു ദൂരെ കളഞ്ഞു. അപ്പൊ ഈ ദൂരെ കളഞ്ഞപ്പോ എന്റെ ഹെഡ് മാസ്റ്റർ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ജേക്കബ് സാറ് ഹെഡ് മാസ്റ്റർ ഈ നമ്മുടെ ജൂറിയുടെ അടുത്ത് പോയിട്ട് വാദിക്കുന്നു. എനിക്ക് തന്നെ അത് കേട്ടിട്ട് വിഷമവും ചിരിയും എല്ലാം കൂടെ വന്നു. KV മഹാദേവൻ സാറ് ശങ്കരാഭരണ സിനിമ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാട്ടാണിത്. അപ്പൊ അന്ന് പഠിച്ചപ്പോൾ ലളിതഗാനമായിരുന്നു. അപ്പൊ സാറിനെയും കൂടെ ചെവി പിടിച്ചാൽ കളഞ്ഞു. അപ്പൊ അത് ഭയങ്കര വിഷമായി. എന്നിട്ട് പിന്നെ ഈ 9ാം ക്ലാസ് വന്നപ്പോൾ എനിക്ക് പിന്നെ ഈ ശങ്കര പാടിയ നാട്ടുകാരെല്ലാം കൂടെ എന്നെ കൊല്ലും, കൊല്ലത്തുകാർ. കാര്യം അവിടെ നമുക്ക് പ്രൈസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് ശങ്കര വേണ്ട എന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ഒരു പാട്ട്, സാരസാക്ഷ പരിപാലയ പാടിയ എന്നുള്ള പാട്ട്, അത് രാഗമാലിക, ഹിന്ദോളവും പന്തുവരാളിയും, അത് പാടി എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞാൻ അതോടെ നിർത്തിയാൻ ചെയ്തു ഈ മത്സര പരിപാടി. പിന്നെ രാജാവായിരുന്നു കുറച്ച് കാലത്ത്. പെട്ടെന്ന് അമ്മയൊക്കെ ഓർത്തു, ഇതൊക്കെ നീ ഇത് പാടിയപ്പോ. താങ്ക് യു മുത്തേ. ഒരു പല്ലവിയോ അനുപല്ലവിയോ ഒന്ന് പാടിത്തരും എന്തിന്? അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. വെരി ബാഡ് പേഴ്സൺ. ഒരു പാട്ട് ചോദിക്കാം. വേണ്ട, ഞാനിത് സാരസാട്ട് ഒരു പല്ലവി പാടിത്തരാം. പാറു പറഞ്ഞ പോലെ ഞാനൊരു എന്താ പറയുക, ഇതൊരു എൻ്റെ അമ്മയ്ക്കൊരു ഡെഡിക്കേഷൻ ആയിക്കോട്ടെ. അത് മാത്രമല്ല, ഹരി കേട്ടിട്ടുമില്ല, ഷാനും കേട്ടിട്ടില്ല. അപ്പൊ 9ാം ക്ലാസ്സിലെ കലോത്സവത്തിന്റെ ഓർമ്മ അത് ഞാനത് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഓർക്കുക. ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഷായൊക്കെ ഓർക്കുക. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഒരു പല്ലവി പാടിത്തരാം. സാരസാക്ഷ പരിപാലയ പാടിയ സ്വാതിതൻ ഹൃദയ വീണേ. സാരസാക്ഷ പരിപാലയ പാടിയ സ്വാതിതൻ ഹൃദയ വീണേ. നലമിഴും തിരുമകുടത്തിന് നലമിഴും നിൻ തിരുമകുടത്തിന് നിത്യനമോവാകം നിത്യനമോവാകം. സാരസാക്ഷ പരിപാലയ പാടിയ സ്വാതിതൻ ഹൃദയ വീണേ. എന്തൊരു മനുഷ്യൻ, ഇങ്ങനെ മസ്റ്റ് കിട്ടാതിരിക്കും അല്ലേ? ഒരു പുളി പൊളിച്ച് അവിടെ പോയി. ഇത് ലൈറ്റ് മ്യൂസിക് അല്ലേ, ഹെവി മ്യൂസിക്. ഹെവി മ്യൂസിക് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ശരത് സർ. താങ്ക് യു. ഓക്കെ, ഹരി ചേട്ടാ. റിഹാൻ എന്തോ റിഹാൻ ഒരു രസമായിട്ട് പാടി കേട്ടോ. റിഹാന്റെ യൂഷ്വൽ ഒരു പരിപാടി അല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു പുതുമയായിരുന്നു റിഹാൻ ഇങ്ങനെ കർണാട്ടിക്കൊക്കെ ഒരു സ്റ്റൈലുള്ള ഒരു പാട്ട് പാടുന്നത് കേട്ടപ്പോൾ. അപ്പോൾ മോനെ ഇതൊരു ഇത്രയും എന്താ പറയുക, ഒരു ലെജൻഡറി സോങ് ആണിത്. എത്ര വർഷം കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഈ ഇടയ്ക്ക് ഒരു കച്ചേരി നടത്തിയപ്പോഴും ആ ശങ്കര ഒന്ന് പാടാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഞാനിത് പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നൊരു പാട്ടാണ്. കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പം ശരതേട്ടൻ പറഞ്ഞത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പാടിയിട്ടുള്ള പാട്ടാണ് അത്. ഈ പറഞ്ഞ പോലെ രാഗഭാവം ഉണ്ട് മോനെ, ഒരു രാഗത്തിന് ഇപ്പം പറഞ്ഞില്ലേ ഒരു എക്സ്പ്രഷൻ, അതിൻ്റെ ഒരു ഡിവൈൻ സംഭവം. അതിങ്ങനെ ശിവൻ
എന്താ പറയുക, അതിങ്ങനെ കാണണം, നമ്മളത് കണ്ടു പാടുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ പാട്ടും അതിൻ്റെ വിഷ്വലും ഒക്കെ, ഒരു ഇരിപ്പും അല്ലേ ആ പാടുന്നതൊക്കെ. അപ്പോൾ അത്രയും രസമായിട്ടാണ് SPB സാർ ഇത് പാടി വെച്ചിരിക്കുന്നത്. സോ ആ കറക്ഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് മോൻ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഗുഡ്, നല്ലൊരു താങ്ക് യു സർ. ഡിഫറെൻറ്റ് സോങ് റിഹാൻ അപ്രോച്ച് ചെയ്തു, അതിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക റിഹാൻ എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. പിന്നെ ഹരി പറഞ്ഞ പോലെ റിഹാൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടൈപ്പ് സോങ്. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഒരു പുതുമയുണ്ട് റിഹാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിംഗറുടെ വേഴ്സറ്റാലിറ്റി നമ്മൾ കാണുന്നത് അപ്പോഴാണ്, വേഴ്സറ്റൈൽ സോങ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പാടുമ്പോൾ. ഇവർ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ശങ്കരാഭരണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മ്യൂസിക്കൽ സിനിമയാണ്. അതുപോലെ തന്നെ ഉള്ളൊരു മറ്റൊരു സിനിമയാണ് സിന്ധു ഭൈരവി. വണ്ടർഫുൾ. അതെ, പിന്നെ സൂപ്പർ. അതുപോലെ തന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള. ഓ സൂപ്പർ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പം വെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ സൗണ്ട് ഓഫ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന നമ്മുടെ വെൽത്ത് ആണ് ഇതൊക്കെ. അപ്പോൾ അതിലുള്ള ഒരു അമേസിങ് സോങ് അല്ലേ, അത് മോനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രമേ, എസ്പെഷ്യലി ലോ ഏരിയയിലേക്ക് പോകുന്നത്. കാരണം പല പല വേരിയേഷൻസും ലേയേഴ്സും ഉള്ളൊരു പാട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലോ ഒക്കെ പോകുന്നതിന് കുറച്ചുകൂടി ഒന്ന് സ്റ്റഡി ആവാമെന്ന് തോന്നി. പിന്നെ മറ്റേ അവസാനം ഒരു ഹൈ പോകുന്നില്ലേ ശങ്കരാക്ക് തൊട്ട് മുന്നേ, അത് ഇങ്ങനെ എടറിയിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഗുഡ് 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 അല്ല, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. റിഹാൻ എന്തോ മാർക്സ് ചോദിക്കാം. ശരത് സർ. യെസ് സാർ. മാർക്ക് 8.8. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ ഇതുപോലൊരു സോങ് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് മോൻ പ്രസന്റ് ചെയ്തതിനാണ് ഐ എം ഗിവിംഗ് യു 8.7. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. റിഹാൻ, എന്തോ രണ്ടുപേരും പറഞ്ഞ പോലെ ഈ പുതിയൊരു അറ്റംപ്റ്റ്, പുതിയൊരു വേരിയേഷൻ നമുക്ക് കാണിച്ചത് എന്ന് വിചാരിച്ച് ഇതുപോലത്തെ പാട്ട് എപ്പോഴും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നേരെ താഴോട്ടും പോകും കേട്ടോ. അടുത്ത എനിക്ക് പറ്റിയ പോലെ അടുത്ത പ്രാവശ്യം ഗിരീഷ് ഏട്ടൻ റൗണ്ടിലായി ശങ്കര ഐ എം ഗിവിംഗ് യു 8.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ടോട്ടൽ 26.2 മാർക്സ്. താങ്ക് യു. ഓക്കെ.